ഏകദേശം നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ നമ്മുടെ San Andreas Multi Player നമുക്ക് എങ്ങനെ കളിക്കാം, നമുക്ക് എങ്ങനെ കയറ്റാം എന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ പി സിയിലെ ഒരു സെർവർ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു. കൂടാതെ പി സിയിൽ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ഞാൻ നെറ്റ് ഓൺ ചെയ്യണ്ടായില്ല. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു പ്ലേ സ്റ്റോറിലേക്ക് പോവാം. പ്ലേ സ്റ്റോറിലേക്ക് പോയതിന് ശേഷം നമ്മൾ സാംപ് ലോഞ്ചർ SAMP ലോഞ്ചർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ പ്ലേയുടെ ലോഞ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ SAMP ലോഞ്ചർ ഇതായിരിക്കും നമ്മുടെ ആ ഒരു ആപ്പ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ആദ്യം. ഈ ഒരു ആപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഏതാണ്ട് 2.3 4 MB സംതിങ് അടുത്താ വരുന്നുള്ളൂ. ചെറിയൊരു ആപ്പാണ്. ഓക്കെ, 2.98 MB ആണ് ഈ ഒരു ആപ്പിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ ചെറിയൊരു ആപ്പാണ് ഗൈസ്, വളരെ ചെറിയൊരു ആപ്പാണ്. അധികം MB ഒന്നും വരുന്നില്ല. പക്ഷേ നമ്മുടെ സാൻ ആൻഡ്രിയാസ് കയറ്റാനായിട്ട് നമ്മുടെ അത്യാവശ്യം നല്ല രീതിക്ക് MB വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാംപ് ലോഞ്ചർ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സാംപ് ലോഞ്ചർ നമുക്കൊന്ന് ഓപ്പൺ ആക്കാം. നമ്മുടെ ഒരു സാംപ് ലോഞ്ചർ ഓപ്പൺ ആയി കഴിയുമ്പോൾ മീഡിയ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ ഗെയിം ഇപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല, സാംപ് ലോഞ്ചർ മാത്രമേ കയറ്റിയിട്ടുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഗെയിം ഈസ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നായിരിക്കും നമ്മുടെ കയ്യിൽ കാണിക്കുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റാൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഒരു ഇൻസ്റ്റാൾ ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ദി ന്യൂ വേർഷൻ ഓഫ് ദി ക്ലയൻറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇതിനകത്ത് അപ്ഡേറ്റ് ഗെയിം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡൗൺലോഡിങ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ഫയൽ ഡൗൺലോഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇൻസ്റ്റലേഷനിൽ നമ്മുടെ ഇൻ്റർണൽ സ്റ്റോറേജ് നമുക്കപ്പോൾ അതൊന്നും കൂടി ചെയ്യാം. ഞാൻ മാനുവലി ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് നമ്മളെ ഗെയിം ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കൊടുത്തത് മാനുവലി ആണ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മളിപ്പോൾ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് മാനുവലിക്ക് പകരം നിങ്ങൾ ഓട്ടോ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഓട്ടോ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പൺ ആയി വന്ന് അതിനകത്ത് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ വിൻഡോ കാണും. അതിനകത്ത് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ, ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഏതാണോ ആ ഒരു വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡായി കിട്ടുന്നതായിരിക്കും. ഇവിടെ പ്ലേ സ്റ്റോറിൽ കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ ചെറുതായിട്ടൊരു ഒത്തിരി വേർഷൻസ് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് വീണ്ടും അവർ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. പെർമിഷൻ നമ്മൾ ഇത് ചെയ്ത് ഇപ്പോഴാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള വേർഷൻ നമ്മുടെ കയ്യിൽ ഇൻസ്റ്റാൾഡ് ആയിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ഫോണിൻ്റെ സ്പെക്ക് അനുസരിച്ച് 4 GB റാം ആൻഡ് ബിലോ 4 GB റാം ആൻഡ് ബിലോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ലൈറ്റാണ്. 4 GB റാം ആൻഡ് എബോവ് ഉള്ളത് നമുക്ക് ഫുള്ളാണ്. 4 GB റാമിൽ ലൈറ്റും ഫുള്ളും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. എന്നിട്ട് ഏതാണ് ബെറ്ററായിട്ട് തോന്നുന്നത് വെച്ചാൽ നമുക്ക് കളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലൈറ്റ് ഏത് 4 GB റാമിൽ 6 GB റാമിൽ വരെ നമ്മുടെ ലൈറ്റ് സപ്പോർട്ട് ആവും. പക്ഷേ ഗ്രാഫിക്സ് ഇച്ചിരി കുറവായിരിക്കുന്നുള്ളൂ. ഗ്രാഫിക്സ് വലിയ കുഴപ്പമൊന്നും നിങ്ങൾക്ക് വരാൻ സാധ്യതയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ലൈറ്റാണ് ചെയ്യുന്നത്. പിന്നീട് അപ്ഡേറ്റ് ഗെയിം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞുള്ള ഇത് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വീണ്ടും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ ആദ്യം സെലക്ട് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ APK ഫയൽ സാംപ് ലോഞ്ചറിൻ്റെ APK ഫയലാണ് നമ്മുടെ ഇൻസ്റ്റാൾ ആയ അപ്ഡേറ്റ് ആയത്. ഇനി നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അപ്ഡേറ്റ് ക്ലയൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ അപ്ഡേറ്റ് ഗെയിം ഡാറ്റ എന്ന് പറഞ്ഞ ഈ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ഗെയിമിൻ്റെ ഡൗൺലോഡഡ് ഫയൽ. ആ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫയൽസ് ഇത് ഡൗൺലോഡ് ആവുന്നതാണ്. 900 MB ആണ് ഈ ഒരു ഫയൽസ് വരുന്നത്. എല്ലാം കൂടി കൂട്ടിയ ഒരു 900 MB നിങ്ങൾക്ക് ഈ GTA San Andreas Multi Player ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് മൊബൈൽ ഡാറ്റ ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും നെറ്റ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലേക്ക് കടക്കാം. എന്നിട്ട് നമ്മുടെ ഒരു ഡൗൺലോഡ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ആക്കാൻ നമ്മൾ ആ ഒരു ഡൗൺലോഡിങ്ങിൻ്റെ ആ ഒരു പേജിൽ നിന്ന് ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ആപ്പ് തന്നെ പോപ്പപ്പ് ആയിട്ട് ഇങ്ങനത്തെ ഒരു വിൻഡോയിലേക്ക് വരുന്നതായിരിക്കും. ഇൻസ്റ്റാൾഡ് ആക്ച്വൽ വേർഷൻ എന്ന് പറഞ്ഞാൽ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്കിത് കാണാൻ കഴിയും. അപ്പോൾ ഇനി ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇൻഫോർമേഷനിലാണ് നമ്മളിപ്പോൾ ആദ്യം നിന്ന് വെച്ച് ഇതിനടുത്ത് സർവേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം. സർവേഴ്സിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ സർവേഴ്സ് കാണാൻ കഴിയും. വേറെ പല സർവേഴ്സിലേക്കുള്ള അത് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ആൾക്കാരുടെയൊക്കെ ഇതാണ്. വിർച്വൽ ലൈഫ്, ടെക്സാസ്, അരിസോണ അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പല സ്ഥലങ്ങളിലുള്ള ഓരോ ഇതാണ് ഗെയിം പ്ലേ സെർവേഴ്സാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മലയാളം സെർവർ അഥവാ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ ഇതുവരെ കളിച്ചപ്പോൾ എനിക്കിഷ്ടപ്പെട്ട രണ്ട് സെർവേഴ്സാണ്. മെയിനായിട്ടുള്ളത് ഒന്ന് NGRP ആണ്. അതായത് എന്താ പറയുക, ന്യൂ ജനറേഷൻ റോൾ പ്ലേ
ആണ് NGRP എന്ന് പറഞ്ഞുള്ള ഒരു സെർവറുണ്ട്. രണ്ടാമത് അത് NGRPയുടെ ആ സെയിം ലെവലിൽ തന്നെയുള്ള നമ്മുടെ MGMC സെർവറും ഉണ്ട്. അത് എന്താണ് മല്ലു ഗെയിമേഴ്സ് മൊബൈൽ ഗെയിമേഴ്സ് മല്ലു ഗെയിമേഴ്സ് മൊബൈൽ കമ്മ്യൂണിറ്റി അങ്ങനെ എന്തോ ആണ് MGMCയുടെ ഈ ഫുൾ ഫോമായിട്ട് വരുന്നത്. എൻ്റെ ഫുൾ ഫോം കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അങ്ങനെ 2 സെർവേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ സെർവറിൻ്റെ അത് കറക്റ്റാണോ എന്ന് നോട്ടെ. ഇതിപ്പോൾ നമ്മുടെ ആ ഒരു സെർവർ ലോഡിങ് ആണ്. നമ്മുടെ ഹോസ്റ്റ് ഇട്ടേക്കുന്നത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കറക്റ്റ് അല്ലാന്ന് തോന്നുന്നു, വേറെ ഇതാണ്. ഇപ്പോൾ നമ്മുടെ ഈ സെർവറൊക്കെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്കോഡ് സെർവറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് വെറുതെ അതിനകത്ത് കയറിയാൽ മാത്രം പോരാ, അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കളിക്കാനും കൂടി വേണം. ഇത് വെറുതെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഓപ്പൺ ആക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, നമുക്ക് കളിക്കാനൊന്നും പറ്റില്ല. ഇതാണ് നമ്മുടെ MGMCയുടെ സെർവർ. MGMCയുടെ ന്യൂസിൻ്റെയൊക്കെ സെർവറാണ്. ന്യൂസിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ന്യൂസിൽ വർക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ന്യൂസിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ന്യൂസ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് പേയ്മെൻറ്റൊക്കെ ഐറ്റംസൊക്കെ വരുന്നുണ്ട്. ഒറിജിനൽ പേയ്മെൻ്റ് അല്ല, ഇൻ ഗെയിം പേയ്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് അനൗൺസ്മെൻറ്റ് ഇതാണ് MGMCയുടെ സെർവർ. മല്ലു ഗെയിമേഴ്സ് മൊബൈൽ കമ്മ്യൂണിറ്റി എന്നാണ് നമ്മുടെ പേര്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെർവർ. അപ്പോൾ ഈ ഒരു സെർവറിനകത്ത് കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ സെർവർ, ഇതാണ് നമ്മുടെ സെർവർ. ആ ഒരു സെർവറിനകത്ത് കയറി കഴിയുമ്പോൾ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാബിലേക്ക് പോകാം. അനൗൺസ്മെൻറ്റ് ടാബിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും താഴെ അല്ല, അതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ന്യൂ IP ക്ലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഒരു IP നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ക്രോം ഞാൻ ഡിസേബിൾ ചെയ്തിട്ടേക്കാണ്, അത് കാരണമാണ്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പിൻ്റെ ഒരു IP വരുന്നതായിരിക്കും. ഈ ഒരു സാമ്പിൻ്റെ ഒരു IP നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. റിയാക്ട് ചെയ്യുന്ന ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് IP നിങ്ങൾക്ക് കോപ്പി ചെയ്യാവുന്നതാണ്. പക്ഷേ ആ ഒരു IP കോപ്പി ചെയ്തിട്ട് മാത്രം കാര്യം ഇല്ല. നിങ്ങൾക്ക് നമ്മുടെ MGMCയിൽ സെർവറിലേക്ക് നമുക്ക് കയറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, MGMCയിൽ സെർവറിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇച്ചിരി ഏറ്റവും മേളിൽ നിന്ന് ഇത്തിരി പതുക്കെ താഴേക്ക് പോയി കഴിയുമ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഓപ്പൺ ആയിരിക്കും. ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിനകത്ത് നിങ്ങൾ കയറിയിരിക്കുക. ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ഹെൽപ്പ് ലൈനിൽ ഏതെങ്കിലും ഒരു അഡ്മിൻസ് വരുന്നതായിരിക്കും. അപ്പോൾ അഡ്മിൻസ് വരുന്നവർ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾക്ക് മിനിമൈസ് ചെയ്തിട്ട് വേറെ ഇതിലേക്ക് കയറുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഹെൽപ്പ് ലൈൻ 1ലേക്ക് ആളെയൊക്കെ എടുത്തിട്ടിരുന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അഡ്മിൻ ഓൺലൈനിലുണ്ട്. മാഡ് ഗെയിമർ MGMCയുടെ അഡ്മിനാണ്. അപ്പോൾ പയ്യൻ എടുത്തിട്ടിട്ടുണ്ട് ഹെൽപ്പ് ലൈനിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു അഡ്മിൻസ് കയറ്റിയിട്ട് ഹെൽപ്പ് ലൈനിലേക്ക് വരും. ഹെൽപ്പ് ലൈനിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ പറയാം നിങ്ങൾ ഇൻ ഗെയിം നെയിം എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു ഇൻ ഗെയിം നെയിം ആക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മളിപ്പോൾ അതിനകത്ത് കയറി കാണിച്ചിരുന്നില്ല. കയറി കാണിച്ചിടത്തെങ്കിൽ എന്തിനാണ് കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതിനൊക്കെ റിപ്ലൈ കൊടുത്ത് ഇച്ചിരി ടൈം ഡിലേ ഒക്കെ വരും. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ആളുടെ നമുക്ക് ഇതിനകത്ത് എന്ത് പേരാണ് ഇടേണ്ടത് ആ ഒരു പേര് നിങ്ങൾക്ക് പോയി മിന്നൽ സോമൻ എന്ന് പറഞ്ഞ എഴുതി കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു മിന്നൽ സോമൻ എന്ന് പറഞ്ഞ എഴുതി കാണിച്ചിരിക്കുന്നത് ആ മിന്നൽ സോമൻ ആ മോഡലിലാണ് നമ്മുടെ പേര് വരേണ്ടത്. അപ്പോൾ ആ ഒരു മോഡലുള്ള പേര് നമ്മൾ അഡ്മിൻസിന് അയച്ചു കൊടുക്കണം. ആ അഡ്മിൻസ് ചോദിക്കുമ്പോൾ അയച്ചു കൊടുത്താൽ മതി. ചോദിക്കുമ്പോൾ അയച്ചു കൊടുക്കുക. ആ ഒരു പേര് അവർ വൈറ്റ് ലിസ്റ്റ് ചെയ്യും. വൈറ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാസ്വേഡും അവർ സെറ്റ് ചെയ്ത് തരും. ആ ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ലോഗിൻ ചെയ്യുക. ചേഞ്ച് പാസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് ടി കമ്പ്യൂട്ടറിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ /ചേഞ്ച് പാസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യാം. ചേഞ്ച് പാസ് കൊടുത്ത് നമ്മളെ പുതിയ പാസ്വേഡ് എന്താണെന്ന് ചോദിക്കും. പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഒരു ഇതിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ NGRPയിലേക്ക് വരുന്ന കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ NGRP സെർവർ. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. NGRP സെർവറും MGMC സെർവറും 2 സെർവേഴ്സും ഉണ്ട്. അപ്പോൾ 2 സെർവേഴ്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ 2 സെർവറും കളിക്കാറുള്ളതാണ് കേട്ടോ. ഒരു സെർവർ പോരാ, 2 സെർവർ കളിക്കാറുണ്ട് ഞാൻ ചില ടൈമിൽ ഫ്രണ്ട്സ് ഓൺലൈനുള്ളപ്പോഴാണ് MGMCയിലേക്ക് പോകാറുള്ളൂ. ഇതാണ് NGRPയിലെ ഐറ്റംസാണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, NGRPയിലെ ഈ ഒരു പുതിയ അപ്ഡേറ്റ്സ് ഐറ്റംസൊക്കെയാണ്. നമുക്ക് ഈ ഒരു ഫോണൊക്കെ ഇത് ചെയ്യാം. GTA 5 സ്റ്റൈല് ഫോണൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഇതൊക്കെയാണ്. VIP പ്ലേയേഴ്സിനൊക്കെയാണ് വന്നിട്ടുള്ള ചില ഓപ്ഷൻസ്. അത് കുഴപ്പമില്ല.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ NGRP സെർവർ. NGRP സെർവറിനകത്ത് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ നമ്മുടെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് കയറാം. ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഓപ്പൺ ആണ്. ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് കയറാം. എന്നിട്ട് നമുക്ക് ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഒരു RPയുടെ നെയിം, ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഈ ഒരു ചെക്ക് ബോക്സ് എൻ്റെ ഫോണിൻ്റെ എന്തോ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ എന്താണെന്ന് ഞാൻ ശരിയാക്കാൻ വേണ്ടി നോക്കില്ല. എനിക്ക് വലിയ കുഴപ്പമായിട്ട് വന്നിട്ടില്ല. അത് കാരണം പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നമുക്ക് ഇതാണ് നമ്മുടെ RP വൈറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യാം. നമ്മുടെ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ ഒരു പേര് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവർ വൈറ്റ് ലിസ്റ്റ് ചെയ്ത് കൊടുത്തോളും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ലിസ്റ്റിൽ പോയിട്ട് നമുക്ക് വൈറ്റ് ലിസ്റ്റ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ ഇതിനകത്ത്. NGRPയിലാണ് ഞാൻ കൂടുതൽ ഈസി ആയിട്ട് വൈറ്റ് ലിസ്റ്റിംഗ് പ്രോസസ്സ് ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് NGRPയിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ MGMCയിൽ നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കുറേ നേരം ഇരുന്നതിന് ശേഷമൊക്കെ ആയിരിക്കും അഡ്മിൻസ് വന്നത്. ഞാൻ 1 മണിക്കൂറോളം ഇരുന്നാണ് MGMC സെർവറിൽ കയറിയത്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം അഡ്മിൻസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അഡ്മിൻസ് ഓൺലൈൻ വരുന്ന ടൈമിംഗ് കൂടിയിട്ടുണ്ട്. കൂടുതൽ അഡ്മിൻസ് ഓൺലൈൻ ഉണ്ട്. അത് കാരണം ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ആരും കംപ്ലയിൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് MGMC സെർവറിലും NGRP സെർവറിലും ആരും കംപ്ലയിൻസ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതേസമയം വേറെ ഏതൊരു സെർവർ ഉണ്ടായിരുന്നു. അതും മലയാളം സെർവർ തന്നെയാണ്. പക്ഷേ അതിനകത്ത് മെമ്പേഴ്സ് കുറവായിരുന്നു. ആ ഒരു സെർവറിൽ അത്യാവശ്യം കംപ്ലയിൻസും ബഗ്ഗും ഐറ്റംസൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെർവർ ഞാൻ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയിട്ട് കളഞ്ഞായിരുന്നു അപ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ സെർവറിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഇത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു 2 സെർവേഴ്സ് നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചായിരുന്നു ഇത് ചെയ്തതെന്ന്. അപ്പോൾ ഈ 2 സെർവറിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളങ്ങനെ വൈറ്റ് ലിസ്റ്റ് ചെയ്യുക. വൈറ്റ് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു ഇത് വെച്ചാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ ഇപ്പോൾ നമ്മുടെ NGRP സെർവറിൽ IP അഡ്രസ്സ് വെച്ച് ഞാൻ ഒന്ന് ലോഗിൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പോൾ നമ്മുടെ IP അഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ IP അഡ്രസ്സ്. ഞാൻ കുറച്ച് നേരം തപ്പി, അതാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്ത് എന്നിട്ടാണ് നമ്മുടെ IP അഡ്രസ്സ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ IP അഡ്രസ്സ് വരുന്നത് 51.79.145. ഓക്കെ, നമുക്ക് ആ IP അഡ്രസ്സ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു നോക്കാം. സെർവർ ഫേവറേറ്റ്സിലേക്ക് ആഡ് സെർവർ 51.79.145. ഇതാണ് നമ്മുടെ സെർവർ അഡ്രസ്സ് വരുന്നത്. അപ്പോൾ ആഡ് സെർവർ ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെർവർ വെയിറ്റ് ചെയ്ത് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ലോഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡ് ആവണോ വെയിറ്റ് ചെയ്തിരിക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇതിനകത്ത് ഒരു IP അഡ്രസ്. ഇതാണ് നമ്മുടെ ഒരു സെർവർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇവിടെ ആ ഒരു നമ്മുടെ പ്ലെയർ നെയിം അടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഈ ഒരു പ്ലെയർ നെയിമാണ് അടിച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലെയർ നെയിം അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലേ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഞാനിപ്പോൾ കറൻ്റ് ചെയ്യുന്നത് മലയാളം സെർവർ എൻ്റെ അല്ല. ഞാൻ മലയാളം സെർവർ പ്ലേ ചെയ്യുന്നത് PC-യിലാണ്. അപ്പോൾ ഞാൻ ഫോണിലൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാൻ ആദ്യം PC-യിൽ ഇത് ചെയ്തത്. അപ്പോൾ നമ്മുടെ സാമിൻ്റെ ഓഡിയോയുടെ ഇത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കണമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഓൾറെഡി റെക്കോർഡിങ്ങിലായത് കാരണം ഓഡിയോ കട്ടായാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ലോഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് ചെയ്തിട്ട് ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ അടിച്ച പേര് അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പേര് പോയിട്ടില്ല. നമ്മൾ എപ്പോഴും പേരടിക്കേണ്ട, ഒരു പ്രാവശ്യം പേരടിച്ചാൽ മതി, അതിനകത്ത് പോകത്തില്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് ഓഡിയോയുടെ ഒരു പെർമിഷൻ എനേബിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സാമ്പിൻ്റെ ചിഹ്നം കാണിച്ചിട്ട് ലോഡിങ് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും. ഏത് സെർവർ കയറിയാലും ഇങ്ങനെ ആയിരിക്കും. ആ സെർവറിനകത്തേക്ക് ചെയ്യും കണക്റ്റഡ് ജോയിനിങ് ടു ദ ഗെയിം എന്ന് പറഞ്ഞ് വരുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്നാണ് ഒള്ളി അപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ഭാഷയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് പാസ്വേഡ് അടിക്കാൻ പറയുന്നുണ്ടല്ലോ. നമ്മുടെ പാസ്വേഡ് കറക്റ്റ് അല്ല. ഓക്കെ, ഇതിപ്പോൾ ഇതേപോലെ ആയിരിക്കും. നമ്മളിപ്പോൾ ഈ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് MGMC സെർവറിലാണെങ്കിലും NGRP സെർവറിലാണെന്നുണ്ടെങ്കിലും
ഈ ഒരു NGRP സെർവറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ടൈം കിട്ടുന്ന പാസ് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. MGMC സെർവറിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്ത ഒരു പാസ്സായിരിക്കും നമുക്ക് തരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്തൊരു പാസ്വേഡ് ആയിരിക്കും MGMCയിൽ തരുന്നത്. അപ്പോൾ ആ ഒരു പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് വേണം MGMC സെർവറിൽ കയറാൻ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ NGRPയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു പാസ്വേഡ് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാസ്വേഡ് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാരണ കളിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫോണിൽ നമ്മുടെ PUBG കളിക്കുന്ന പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വേറെ ഏതൊരു സെർവർ, ഞാൻ വെറുതെ രസത്തിന് ആ ഒരു സെർവർ എടുത്ത് നോക്കിയതാണ്. എനിക്കൊരു ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ വിചാരിച്ചാണ്. നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഗ്രാഫിക്സ് ഒക്കെ വരുന്നത്. മാപ്പും നല്ല കുഴപ്പമില്ലാണ്ട് നല്ല ക്വാളിറ്റിയിലൊക്കെ മാപ്പും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള ഈ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് വിചാരിച്ചായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാനുള്ള പ്രതീക്ഷയോടെ ഔട്ട്.